ഏവർക്കും നമസ്കാരം. ഭജഗോവിന്ദം ശ്ലോകം 2. മൂഢജഹീഹി ധനാഗമതൃഷ്ണാം കുരുസദ്ബുദ്ധിം മനസി വിതൃഷ്ണാം യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം. മാനവജീവിതം അനേകം കാമനകളുടെ ഇരിപ്പിടമാണ്. ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കാത്തതിനാൽ ഓരോ വ്യക്തിയും തൻ്റെ ഇച്ഛാനുസരണമുള്ള വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. വ്യത്യസ്തമായ ആഗ്രഹങ്ങൾ, വ്യത്യസ്തമായ കർമ്മങ്ങൾ. എന്തൊക്കെയോ നേടുന്നു, എന്തൊക്കെയോ നഷ്ടപ്പെടുന്നു. നേടിയതിലൊന്നിലും തൃപ്തി കണ്ടെത്താൻ ആകാതെ വരുന്നു. അപ്പോൾ വേറെ ചിലതിനെ പിന്തുടരുന്നു. ഒടുവിലൊരു നാൾ എല്ലാ അലച്ചിലുകളും തീരും. അതെപ്പോൾ, എവിടെ, എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് നിശ്ചയിക്കാനാകില്ല. നിയതിയുടെ ആരക്കാലുകളുടെ തിരച്ചിൽ ആർക്കാണ് നിർണയിക്കാനാകുക? ഏതോ വിഷമവൃത്തത്തിൽ അകപ്പെട്ടതുപോലെയാണ് ഏവരുടെയും ജീവിതം. തിരക്കുകളുടെ അനന്തത. തിരക്കുകൾ ഇന്ന് തീരും, നാളെ തീരും എന്ന് കരുതും. പക്ഷേ തിരക്കുകൾ ഒഴിയുന്നുമില്ല. ഇതിനിടയിൽ എവിടെയോ ജീവിതാർത്ഥം ചോർന്നു പോകുന്നു. ഒടുവിൽ നാം മനസ്സിലാക്കുന്നു, അകംപൊള്ളയായ വെറുമൊരു പുറന്തോട് മാത്രമാണ് നമ്മുടെ ജീവിതം എന്ന്. കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങൾ കൊണ്ട് നേടിയതും നഷ്ടമായതുമെല്ലാം വ്യർത്ഥമാണ് എന്ന്. അതിനാൽ ആചാര്യസ്വാമികൾ ഉപദേശിക്കുന്നു, മൗഢ്യം നിറഞ്ഞ മനസ്സേ, നീയൊന്ന് തിരികെ അറിയൂ. നിന്റെ ധനാഗമതൃഷ്ണകളെ ജഹീഹി ഇവിടെ ഈ ലോകത്ത് ഉപേക്ഷിക്കും. സദ്ബുദ്ധിയാർന്ന മനസ്സോടെ വിതൃഷ്ണാം, ആഗ്രഹങ്ങൾ ഒന്നുമില്ലാതെ ഏതാണോ നിന്റെ കർമ്മമണ്ഡലം, ലഭ്യമായ ആ കർമ്മത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്പത്ത് കൊണ്ട് മനസ്സിനെ സന്തോഷത്തിന്റെ മാർഗത്തിലൂടെ നയിക്കൂ. ധനം, സമ്പത്ത് തുടങ്ങിയവയിൽ ആസക്തിയരുത്. മനസ്സ് കാമനകളിൽപ്പെട്ട് ഉഴലരുത്. മനോരഥത്തിൽ ഏറിയുള്ള അലസഗമനങ്ങൾ ഗുണം ചെയ്യില്ല. ആത്മസംതൃപ്തിയാണ് അനിവാര്യം. അതിന് ഇന്ദ്രിയങ്ങളും മനസ്സും അശക്തമാണ്. സത്യവസ്തുവിനെ കുറിച്ചുള്ള അവബോധം ഒന്നുകൊണ്ട് മാത്രമേ തൃഷ്ണകൾക്ക് അറുതി വരൂ. ധനത്തിൽ ആകരുത് ദൃഷ്ടി. ആത്മാവിൻ്റെ ആനന്ദമാകണം ജീവിത ലക്ഷ്യം. അതിനാൽ സുകർമ്മങ്ങളെ അതിന് അനുസൃതമായി ചിട്ടപ്പെടുത്തി ജീവിക്കൂ എന്നാണ് സദ്ഗുരുവിൻ്റെ ആഹ്വാനം.